ഭക്ഷണത്തിന് ക്യൂ നിന്നിട്ടാണ് ഉള്ളത്. ക്യൂ ആണെങ്കിൽ 1.5 കിലോമീറ്ററിലധികം ക്യൂ ആണ്. അത്രയും ദൂരം. ഇതാ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് എന്താണ് ആ ചുമരിൻ്റെ അടുത്താണുള്ളത്. ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരം നടന്ന് പോയി എന്നിട്ട് വേണം വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഈ ക്യൂ കണ്ടത്. ഇതൊക്കെ അത്രയും ദൂരം പോയിട്ട് വരണം. എന്തായാലും ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു രുചിയും പിന്നെ എന്താ പറയേണ്ടത്. ക്യൂ അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട്. ക്യൂ ഇതൊന്നുമല്ല കേട്ടോ, 1.5 ഒന്നല്ല, ഒരു 15 ക്യൂ ആണ്. അത്രയും ഭയങ്കര ക്യൂ ആണ്. ഏകദേശം ഇനിയും 1 മണിക്കൂർ എന്നാൽ ഏകദേശം അങ്ങെത്താൻ ആവും അല്ലേ അപ്പോൾ തന്നെ വെള്ള കയ്യിൽ വെള്ളം എടുത്തതുകൊണ്ട് ക്ഷീണായി വീഴാത്ത വേണ്ട ക്ഷീണായി വീഴാത്ത ഇങ്ങനെയുണ്ട്. അത്രയും വലിയ ക്യൂ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തമ്പുരാട്ടിയെ കാണാൻ വന്നതും. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മാണിയൂർ, ചെക്കിക്കുളം മാണിയൂരാണ്, ശ്രീ കിഴക്കൻകാവിലാണ് ഈ തെയ്യം. അപ്പോൾ ഇതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. ഒരു രക്ഷയില്ല. അത്രയും വലിയ ജനങ്ങളും ബാക്കി കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏകദേശം 2500-ലധികം വർഷം പഴക്കമുള്ളതാണ്. വേറൊരു ഭാഗ്യം, എനിക്ക് ഭയങ്കര ഭാഗ്യം, മഹാഭാഗ്യം കിട്ടിയതാണ്. ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി. കൊല്ലം തുളസി ചേട്ടൻ്റെ കവിതാവിഷ്കാരത്തിൽ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് അഭിനയിച്ചത്. അങ്ങനെയുള്ള വലിയൊരു ഭാഗ്യം കിട്ടി. 2500-ലധികം വർഷം പഴക്കമുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പുറത്തുനിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ക്യൂ ഉണ്ടോ? ഇതൊന്നല്ല, ഈ വീഡിയോയിലൊന്നും അങ്ങനെ ഒതുങ്ങുന്ന ക്യൂ ഒന്നല്ല ഇത്. കേരളത്തിൽ ഒരേ ഒരു സൂര്യക്ഷേത്രമുണ്ട്, ഈ മാണിയൂർ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. മറ്റുള്ള സ്ഥലത്ത് സൂര്യനാരായണ ക്ഷേത്രമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ എവിടെയോ സൂര്യക്ഷേത്രം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് അയ്യപ്പസ്വാമി ക്ഷേത്രമാണ്. ഇതാണ് നമ്മുടെ സൂര്യക്ഷേത്രം. മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സൂര്യക്ഷേത്രവും അയ്യപ്പക്ഷേത്രവും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രവും. അങ്ങനെ 4 ക്ഷേത്രവും ഒരുമിക്കുന്ന സ്ഥലമായത്. ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അടിപൊളി സാമ്പാർ, കൂട്ടുകറി, പച്ചടി, അച്ചാർ, പിന്നെ വറവൊക്കെ ഉണ്ട്. പിന്നെ പായസമുണ്ട്. പായസം ചോറൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള തീരുമാനമാണ്. അരിപ്പായസം അടിപൊളിയാണ്, നല്ല സ്മെല്ലുണ്ടായിരുന്നു.